നല്ലൊരു ക്രൈം ഡ്രാമയാണ് രേഖാചിത്രം. ഒരു ത്രൂ ഔട്ട് മിസ്റ്ററി കൊണ്ടുപോകുന്ന ചെറിയൊരു പ്ലോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എൻഗേജ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി തീമാണ്. കാരണം നോൺ ഇന്ത്യൻ സിനിമകളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ടറന്റീനോ സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി മൂവീസ് കാണാറുണ്ട്. പക്ഷേ മലയാളത്തിൽ ഐ തിങ്ക് അത് അങ്ങനെ ഇറങ്ങാറില്ല. സോ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയെ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ആസ്വാദനം കൂട്ടാൻ ഈ സിനിമയിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ കണ്ടുവരുമ്പോൾ നമുക്ക് 80s ഇറങ്ങിയ ഒരു സിനിമയായിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മലയാള സിനിമയായിട്ട് ഇത് ലിങ്ക് ചെയ്ത് വരും. സോ അതെങ്ങനെ ലിങ്ക് ചെയ്യുന്നു, ദെൻ അതിൻ്റെ ആ ഒരു കണക്ഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ സിനിമയായിട്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇവൻസുമായിട്ട് എന്നുള്ളത് വളരെ നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ആ ഒരു സ്ക്രീൻ പ്ലേയിലെ മികവുകൊണ്ട് തന്നെ റിച്ചായിട്ട് കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ബോറടിക്കുക ലാഗടിക്കുക ഒന്നും ചെയ്യില്ല. ആ സാധനം ഇങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ത്രൂ ഔട്ട് ദി ഫിലിമിൽ എനിക്കൊരു സെക്കൻഡ് ഹാഫിൽ ഒരു മിഡ് പോർഷനൊക്കെ എത്തിയപ്പോൾ ഈ സിനിമ നിർത്താൻ സമയം എന്നൊക്കെ ചില സമയത്ത് തോന്നിപ്പോയി. കാരണം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എവിടെ നോക്കിയാൽ കുറേ ക്യാരക്ടേഴ്സ് വന്നു, പിന്നെയും കഥ ഇങ്ങനെ നീളുന്ന പോലെ തോന്നി. സോ അവിടെ മാത്രമാണ് എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നി ഈ സിനിമയുടെ. ബാക്കി ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ സിനിമ തുടക്കം പോലെ അവസാനം വരെ പോകുന്നുണ്ട്. സോ ഒരു 2.5 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂടി കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ പക്ഷെ അത് സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദനത്തിന് ബാധിക്കൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഒരു പേസിങ് കുറച്ചൊന്ന് മാറിയേനെ. കാരണം ഒരു ത്രൂ ഔട്ട് ഒരേ പേസിലാണ് സിനിമ പോകുന്നത്. അതിലെവിടെയും ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. ഒരു എലിവേഷൻ, ഒരു ഹൈ മൊമെൻറ്റോ, ഒരു സീറ്റഡ്ജ് സംഭവം തരാത്ത സിനിമയാണ്. പക്ഷേ ഇതൊരു ഡ്രാമയാണ്. ആ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി. പക്ഷേ ഒരു മൾട്ടിപ്പിൾ വാച്ചിന് പറ്റിയ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ഓക്കേഷൻ മോഡലുള്ള സാധനം. പക്ഷേ ഈ സിനിമയുടെ ഇതൊരു സാധാരണ സിനിമയെ മാറേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ള ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സിനിമയെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് മോഡലുള്ള ഒരു സിനിമയായിട്ട് മാറേണ്ട ഒരു മൂവിയായിരുന്നു. സോ എനിക്ക് പേഴ്സണലി നല്ലൊരു വാച്ച് തന്നെയായിരുന്നു. ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളിപ്പോൾ മലയാളത്തിൽ എങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അധികം കാണാറില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് രേഖാചിത്രം. ഓൾറെഡി സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.